ഹലോ ഗൈസ്, അപ്പം ഞങ്ങളിതാ ബാസിൻ്റെ വീട്ടിലെത്തിയിട്ടോ. ഇന്നലെ രാത്രി പെട്ടെന്നാണ് കേട്ടോ വന്നത്. ഞാൻ പറഞ്ഞിരുന്നില്ല മോള് അവിടെ ഉമ്മാൻ്റെ വീട്ടിൽ പോയിരുന്നെന്ന്. അപ്പോൾ അവൾ അവിടെ കുട്ടികളെ കൂടെ കളിക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് നെറ്റിയൊന്ന് വെച്ച് കുത്തി. അപ്പോൾ മോള് രാത്രിയായപ്പോൾ ഒന്ന് ഛർദ്ദിച്ചെന്നും പറഞ്ഞു. അപ്പോൾ പിന്നെ രാവിലെ ഒരു ഹോസ്പിറ്റലിൽ ഇവിടെ തിരൂർ നേഴ്സിംഗ് ഹോമിൽ തന്നെ കേട്ടോ വന്നത്. അങ്ങനെ പിന്നെ മോളെ നേരെ ഇവിടെയാണ് ഇങ്ങോട്ടാണ് വന്നത്, ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കാണ് വന്നത്. പിന്നെ അവൾ ഇവിടുന്ന് വരുന്നില്ല, അവൾ വാശി പിടിച്ചിരിക്കുന്നതായിരുന്നു. അപ്പോൾ പിന്നെ അമ്മ എന്നെ ഇങ്ങോട്ട് വിളിച്ചു കേട്ടോ, ഇവിടെ കുറച്ച് ദിവസം നിന്നിട്ട് പോവാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാനും മോനും കൂടി പെട്ടെന്ന് രാത്രി പാക്ക് ചെയ്തതാണ് കേട്ടോ. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ആ കഥ അങ്ങനെ ഇതാ ഞങ്ങൾ രാവിലെ എത്തി. അവിടുത്തെ വിശേഷങ്ങളാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നൊന്നും കാര്യമായിട്ടൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുന്നു, കൂടെ നമ്മളെ ഫേമസ് യൂട്യൂബർ തനി മലയാളീൻ്റെ വീഡിയോ കണ്ടിട്ടോ കേട്ടോ ഭക്ഷണം കഴിക്കണത്. പിന്നെ നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം മോളും ഒക്കെ സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനും മോനും മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. അങ്ങനെ മോനെ കുറച്ച് നേരം ഉറങ്ങണുള്ളൂ കേട്ടോ. അങ്ങനെ ഉറക്കിയൊക്കെ ചെയ്തു. എന്താ പറയുക, ഉറക്കി, പക്ഷെ ഉറങ്ങിയില്ല എന്നുള്ളതാണ് സത്യം. വീണ്ടും ഉറക്കാനും വേണ്ടി പോയതാണ് കേട്ടോ ഈ പോക്ക്. പക്ഷെ അപ്പോഴും മൂപ്പരാൾ വലിയ ഉറക്കമൊന്നുമില്ല. എന്തായാലും ഞാൻ കുറച്ച് നേരം അവിടെ അങ്ങനെ കിടന്നു. അവരെത്താൻ എന്തായാലും 4:30 ആവും. അങ്ങനെ എൻ്റെ മോൻ്റെയും ഒരു ദിവസം തന്നെ ഇന്നിട്ടൊന്ന് അവന് ഞാനും കൂടി ഇങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ, കാര്യമായിട്ട് മക്കളെ കൂടാകുമ്പോൾ അവർ മോന് ഓരോരോ കളി കളിക്കും, ഞാൻ ആ സൈഡിലിരുന്ന് പിന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. അങ്ങനെയൊക്കെ ആയിട്ട് കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഇതാ ഞാനൊരു ഗ്ലാസ് ചായയും പിന്നെ പഴം വാട്ടിയതും കുറച്ച് നട്ട്സൊക്കെ കൂട്ടി കഴിച്ചു കേട്ടോ. മോനും കുറച്ച് പഴം വാട്ടിയതൊക്കെ കഴിച്ച് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മോളെത്തിയിട്ടോ. മോളെത്തിയപ്പോൾ അതാ വിശക്കണെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് തന്നെ. അങ്ങനെ ഞാൻ വേഗം പോയിട്ട് കുളിപ്പിച്ചൊക്കെ ചെയ്തു കേട്ടോ. കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്തു, ഓളെ സെറ്റാക്കി റെഡിയാക്കി വെച്ചു കേട്ടോ. പിന്നെ ഓള് കളർ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോകും കേട്ടോ. അങ്ങനെ പിന്നെ രാത്രിയായപ്പോൾ പിന്നെ മോള് അതിൻ്റെ ഇടയിൽ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു കേട്ടോ. അങ്ങനെ അതാ ഒരു 10 മണീൻ്റെ ശേഷം രണ്ടാളും യാള്ള ഉറങ്ങിട്ടോ. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ്. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് ഞാൻ മോൾക്ക് ഉണ്ടാക്കിയ ക്രാഫ്റ്റാണ് കേട്ടോ, അത് പറയാൻ മറന്നു.